അടുത്തത് 7ാമത്തെ അധികരണം, വൈശ്വാനരാധികരണം. വൈശ്വാനരഹ സാധാരണ ശബ്ദവിശേഷ, സൂത്രം 24. ഇവിടെ ഈ വൈശ്വാനരൻ പരമാത്മാവ് എന്താണ്? വൈശ്വാനരഹ സാധാരണ ശബ്ദവിശേഷ. ഇവിടെ വൈശ്വാനരൻ പരമാത്മാവാണോ, അതോ ജീവാത്മാവാണോ, അതോ അഗ്നിദേവതയാണോ, അതോ വെറും അഗ്നിയാണോ? ഇങ്ങനെയൊക്കെയുള്ള, അതായത് ദേവതയിൽ നിന്നും അല്ലെങ്കിൽ ഭൂത രൂപമായിട്ടുള്ള അഗ്നിയാണോ, ദേവതാസ്വരൂപമായ അഗ്നിയാണോ? ഇങ്ങനെയൊക്കെയുള്ളൊരു സംശയം നമുക്കുണ്ടാവും. അപ്പം പലയിടത്തും ഈ വൈശ്വാനരനെ കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. അപ്പം ഇവിടെ ഈ വൈശ്വാനരനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള കാരണം ഛാന്തോഗ്യോപനിഷത്തിനകത്ത് 5ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, 5ാം അധ്യായത്തിൻ്റെ 11ാം ഖണ്ഡം, ഛാന്തോഗ്യോപനിഷത്ത് 5ാം അധ്യായത്തിൻ്റെ 11ാം ഖണ്ഡം, അതിലെ 1ാമത്തെ ഇത് തൊട്ട് ഇത് 12ാം ഖണ്ഡം അങ്ങനെ പോവും. അങ്ങനെ പോയിട്ട് 18, 19, 24ാമത്തെ ഖണ്ഡം വരെ. അപ്പോൾ അതോടുകൂടി 5ാം അധ്യായം അവസാനിക്കും. 24 വരെ, അതായത് 11ാം ഖണ്ഡം മുതൽ 24ാം ഖണ്ഡം വരെയുള്ള ഒരു ചർച്ചയാണ് ഈ സൂത്രത്തിന് കാരണമായത്. അതായത് ഈ അധികരണത്തിന് കാരണമായത്, വൈശ്വാനര അധികരണത്തിന് കാരണമായ ഭാഗം എന്ന് പറയുന്നത് ഛാന്തോഗ്യോപനിഷത്തിലെ 5ാം അധ്യായം ഖണ്ഡം 11 തൊട്ട് 24 വരെയുള്ള ഭാഗം. അപ്പോൾ ഇവിടുത്തെ അപ്പോൾ നമുക്ക് ഈ വൈശ്വാനരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഏതർത്ഥമായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ വൈശ്വാനരനെ കുറിച്ച് നമ്മൾ ഘടോപനിഷത്തിനകത്ത് ഒരു മന്ത്രത്തിൽ കാണുകയുണ്ടായി. വൈശ്വാനരൻ ഘടോപനിഷത്തിനകത്ത് എവിടെയാ? തുടക്കത്തിൽ ഈ വാജസ്രവസിൻ്റെ പുത്രനായിട്ടുള്ള നചികേതസ് പിതാവിൻ്റെ വചനപ്രകാരം മൃത്യുലോകത്തിലെത്തി. അപ്പം മൃത്യുലോകത്തിലെത്തുമ്പോൾ അവിടെ മൃത്യുദേവനില്ല, യമദേവനില്ല. അപ്പം യമദേവൻ്റെ അഭാവത്തിൽ 3 ദിവസം നചികേതസ് അവിടെ ഉപവാസത്തോടുകൂടി ഇരുന്നു. തിരിച്ചു വന്ന യമദേവൻ്റെ അടുത്ത് മന്ത്രിമാരും ഭാര്യയും ഒക്കെ ആയിട്ട് യമദേവൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലയോ യമദേവ, ഉടൻ തന്നെ ഈ ബ്രാഹ്മണകുമാരന് അതിഥി സൽക്കാരം ചെയ്താലും. അത് ഈ മന്ത്രം ഇതാണ്: വൈശ്വാനരഃ പ്രവിശ്യത്യതിഥിർബ്രാഹ്മണോ ഗൃഹാൻ തസ്യേതാഗം ശാന്തിം കുർവന്തി ഹരവൈവസ്സതോദകം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആശാ പ്രതീക്ഷേ സംഗതം സൂനൃതാം ച എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മന്ത്രഭാഗം ഇതാണ്: വൈശ്വാനര പ്രവിശ്യത്യതിഥിർബ്രാഹ്മണോ ഗൃഹാൻ. വൈശ്വാനരൻ പ്രവേശിച്ചിരിക്കുന്നു. ഈ അതിഥിയായിട്ടുള്ള ബ്രാഹ്മണ രൂപത്തിലെ വൈശ്വാനരൻ പ്രവേശിച്ചിരിക്കുന്നു. തസ്യേതാഗും ശാന്തിം കുർവന്തി. തസ്യ ശാന്തിം, അപ്പോൾ അവൻ്റെ ശാന്തിയെ നൽകിയാലും, ഈ വൈശ്വാനരാജ്ഞിയെ ശമിപ്പിച്ചാലും, ഹരവൈവസ്വതോദകം, അതിനായിട്ട് ഈ ജലത്തെ എടുത്താലും എന്ന്. ഇപ്പം നമ്മൾ ഈ അർഘ്യം തുടങ്ങിയിട്ടുള്ളതുണ്ടല്ലോ. അപ്പോൾ ഈ അർഘ്യമൊക്കെ കൊടുത്ത് അത് കുടിക്കുക, വെള്ളം കൊടുത്ത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആതിഥ്യ സത്കാരം ചെയ്താലും എന്നുള്ള ആശയത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കാണാം, അവിടെ ഈ വൈശ്വാനരൻ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അഗ്നിയെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അഗ്നിരൂപനായിട്ടുള്ള ബ്രാഹ്മണൻ പ്രവേശിച്ചിരിക്കുന്നു.
എന്നിട്ടോ വേണ്ട വിധത്തിൽ സേവിച്ചില്ല എന്നുണ്ടെങ്കിൽ പുണ്യം മുഴുവൻ ക്ഷയിപ്പിക്കുന്നു എന്നുള്ളത്. അതായത് അതിഥി ദുഃഖിച്ചിറങ്ങി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുവൻ്റെ പുണ്യം മുഴുവൻ ക്ഷയിക്കുന്നു. അതിനാണ് നൃയജ്ഞം എന്ന് പറയുന്നത്. ഇത്രയുള്ള സംഭവം. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ കാണാം, അഗ്നി എന്നുള്ള അർത്ഥം കാണാം. ഇനി നമുക്ക് വേറൊരിടത്തുണ്ട്, ഭഗവത്ഗീത 15-ാം അധ്യായം, നമുക്ക് സുപരിചിതമായിട്ടുള്ളതാണ് 15-ാം അധ്യായം. അവിടെ ഭഗവാൻ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഇങ്ങനെ ഒരു പ്രയോഗം, ഇങ്ങനെ ഒരു ശ്ലോകം ഭഗവാന്റെ വാക്കുകളായിട്ടുണ്ട്. അഹം വൈശ്വാനരോ ഭൂത്വാ, ഞാൻ വൈശ്വാനരനായിക്കൊണ്ട്, പ്രാണിനാം ദേഹമാശ്രിതഃ, പ്രാണികളുടെ ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. പ്രാണാപാന സമായുക്തഃ, പ്രാണാപാന സമായുക്തനായിക്കൊണ്ട്, ഇവയോടെല്ലാം ചേർന്നവനായിട്ട്, പചാമി അന്നം ചതുർവിധം, 4 വിധത്തിലുള്ള അന്നത്തെ ദഹിപ്പിക്കുന്നു. അവിടെ എന്താ, വൈശ്വാനരനായിട്ട് പ്രാണികളുടെ ജഠരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ജാഠരാജ്ഞിയായിട്ടുള്ള. അപ്പോൾ അവിടെ നമുക്ക് കാണാം ഈ പ്രകാരം വൈശ്വാനരൻ എന്ന് പറയുമ്പോൾ ജഠരത്തിലുള്ള അഗ്നിക്കും അവിടെ ഒരു പേര് കിട്ടിയിട്ടുണ്ട്, വൈശ്വാനരൻ എന്നുള്ളത്. വൈശ്വാനരോ ഭൂത്വ എന്നുള്ളത്. അപ്പോൾ അവിടെയും അഗ്നിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പലയിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ 11-ാം ഖണ്ഡം മുതലുള്ള ചാന്തോഗ്യോപനിഷത്തിൽ ഇതേമാതിരി വൈശ്വാനരനെ കുറിച്ചൊരു ചർച്ച വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചർച്ചയൊന്ന് കാണാം, അതിനുശേഷം നമുക്ക് ഈ സൂത്രത്തിലേക്ക് പോകാം. അപ്പോൾ അതായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത്. അപ്പം ഖണ്ഡം 11 ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. അതായത് 5-ാം അധ്യായത്തിൻ്റെ അവസാനം 6-ാം അധ്യായത്തിലാണ് നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള ശ്വേതകേതുവിൻ്റെ ഉപദേശം വരുന്നത്. തത്വമസി ശ്വേതകേതു എന്നുള്ളത് 6-ാം അധ്യായത്തിൽ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ അതിനു മുമ്പായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ സന്ദർഭം ഇതാണ്. ഉപമന്യുവിൻ്റെ പുത്രനായ പ്രാചീനശാലൻ, പുരുഷന്റെ പുത്രനായ സത്യയജ്ഞൻ, ഭാല്ലവിയുടെ പുത്രനായ ഇന്ദ്രദ്യുമ്നൻ, ശർക്കരാക്ഷന്റെ പുത്രനായ ജനൻ, അശ്വതരാശ്വന്റെ പുത്രനായ ബഡിലൻ, ഇങ്ങനെ മഹാഗ്രഹസ്ഥന്മാരും വലിയ വേദപണ്ഡിതന്മാരുമായ 5 പേർ. ഇവർ വേദപണ്ഡിതരാണ്, ഗൃഹസ്ഥരുമാണ്. നമ്മുടെ ആത്മാവേത് ബ്രഹ്മമേത് എന്ന് വിചാരം ചെയ്തു. ഇവര് 5 പേരും കൂടി ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തു എന്നാണ്. ഇങ്ങനെ 5 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തതിന് ശേഷം അവർക്ക് മനസ്സിലായി അവർക്കറിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അറിയാത്തത് കാരണം അവർ പറഞ്ഞു, അരുണന്റെ പുത്രനായ ഉദ്ദാലകന് ആത്മാവിനെ കുറിച്ച് നല്ലവണ്ണം അറിയാമല്ലോ, നമുക്ക് ഉദ്ദാലകൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം എന്ന് നിശ്ചയിച്ച് അവര് അരുണി എന്ന പേരുള്ള ഉദ്ദാലകൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇവർ വരുന്നത് കണ്ടിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടുള്ള അരുണി ഇപ്രകാരം പറഞ്ഞു, വലിയ ഗൃഹസ്ഥരും മഹാപണ്ഡിതന്മാരുമായ ഇവർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. ഇവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുവാൻ ഞാൻ ശക്തനല്ല. അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ആചാര്യൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാം എന്ന് വിചാരിച്ചിട്ട് ഉദ്ദാലകൻ അവരോട് പറഞ്ഞു, അല്ലയോ പൂജ്യന്മാരെ, കേകയപുത്രനായ അശ്വപതി എന്ന രാജാവ് ഈ വൈശ്വാനരൻ എന്ന ആത്മാവിനെ പറ്റി നല്ലവണ്ണം അറിവുള്ളവനാണ്. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അവരെല്ലാവരും കൂടി അശ്വപതിയുടെ അടുത്തേക്ക് പോയി. ഇതാണ് സന്ദർഭം. അപ്പോൾ ഈ 5 പേരും പിന്നെ ഉദ്ദാലകനും കൂടെ ചേർന്നിട്ട് 6 പേരായി, അരുണി എന്ന് പറയുന്ന ഉദ്ദാലകനും കൂടെ ചേർന്നിട്ട് 6 പേരായി. 6 പേരും കൂടെ അശ്വപതി എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. വേദപണ്ഡിതരാണ് ഇവരെല്ലാവരും തന്നെ. അവർ രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇവർ മഹാബ്രാഹ്മണരാണ് എന്ന് സാരം. ക്ഷത്രിയൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം ഇവർ ഓരോരുത്തരും അവർക്ക് എന്തറിയാം എന്നുള്ളത് രാജാവിനോട് പറയുന്നു. അപ്പോൾ ഇവർ വരുന്നത് കണ്ടപ്പോൾ തന്നെ രാജാവ് വിചാരിച്ചു,
സാധാരണഗതിയിൽ രാജാവിനെ കാണാൻ ബ്രാഹ്മണരെത്തിക്കഴിഞ്ഞാൽ അവർ വരുന്നത് എന്ന് പറയുന്നത് ധനം ആവശ്യമുള്ളപ്പോഴാണ് അവർ രാജാവിനെ കാണാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ചെന്ന് കണ്ടിട്ട് സൗഹൃദം സ്ഥാപിച്ചു പോവുക എന്ന് പറയുന്ന വെറുതെ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറി അങ്ങനെയല്ല. അതായത് ചിലരെ നമ്മൾ കാണുമ്പോൾ കാണാൻ പോകുന്നതിനൊരു പ്രത്യേക കാരണം ഉണ്ടാവും. അവർ ആ കാരണത്തിനാണ് വരുന്നതെന്ന് ഇവരറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ കാണാൻ ഒരവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് കിട്ടിയെന്നാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് തന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കടന്നു പോകുന്ന പോലെ അല്ലത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ കാണാൻ അവസരം ഉണ്ടായാൽ സമ്പത്ത് കിട്ടിയിരിക്കും. അപ്പോൾ ഇവിടെയും ഇതേമാതിരി ഇവർ രാജാവിനെ കാണാനെത്തി കഴിഞ്ഞപ്പോൾ രാജാവ് വിചാരിച്ചു ഇവർ സമ്പത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്, ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് അന്വേഷിച്ച ശേഷം കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വേണ്ടത്ര ധനം നിങ്ങൾക്ക് തരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് മാത്രമല്ല ഈ ധനം നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിനകത്ത് യാതൊരുവിധ മടിയും കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനിത് ധർമ്മത്തോടു കൂടിയിട്ടാണ്, ധർമ്മം അനുഷ്ഠിക്കുന്ന ഈ രാജ്യം ധർമ്മം അനുഷ്ഠിക്കുന്നിടമാണ്, ഞാൻ ധർമ്മം അനുഷ്ഠിക്കുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എൻ്റെ രാജ്യത്ത് കള്ളന്മാരില്ല, ലുബ്ധനില്ല, മദ്യം സേവിക്കുന്നവനില്ല, അഗ്നിഹോമം ചെയ്യാത്തവനില്ല, വിദ്വാനല്ലാത്തവനില്ല, തോന്നിയ പോലെ നടക്കുന്നവനില്ല, ചീത്ത നടപടികളുള്ള സ്ത്രീകളില്ല. ഭഗവാന്മാരെ ഞാൻ യാഗം ചെയ്യാൻ പോവുകയാണ്. അതിൽ ഓരോ ഋത്വിക്കുകൾക്കും എത്ര ധനം കൊടുക്കുന്നുവോ അത്രയും ധനം പൂജ്യന്മാരായ നിങ്ങൾക്കും ഞാൻ നൽകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്നിരിക്കുന്നവർ ധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, ഇവർ ഓൾറെഡി തന്നെ ധനവാന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ധനമല്ല അവർക്ക് ആവശ്യമുള്ളത്. അവർ പറഞ്ഞു, അല്ലയോ രാജാവേ, ഒരുവൻ ഏതൊരു ഉദ്ദേശപ്രകാരമാണോ മറ്റൊരുവനെ സമീപിക്കുന്നത് അവൻ്റെ ആ ഉദ്ദേശമാണ് സാധിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റെന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ആത്മാവിനെക്കുറിച്ച് അറിയുവാനാണ്, വൈശ്വാനരാത്മാവിനെക്കുറിച്ച് അറിയുവാനാണ്. അതുകൊണ്ട് അങ്ങ് അത് ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരോട് അശ്വപതി എന്ന് പറയുന്ന രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് നാളെ ഞാൻ ഉപദേശിച്ചു തരാം, നാളെ രാവിലെ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പം നാളെ രാവിലെ, പിറ്റേ ദിവസം രാവിലെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും സമിത്പാണികളായിട്ട് രാജാവിൻ്റെ അടുത്തെത്തി. ഇവിടെ നമുക്ക് കാണാം ഇവർ ഓൾറെഡി മഹാപണ്ഡിതന്മാരും ഗൃഹസ്ഥന്മാർ യജ്ഞയാഗങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഇവർ വീണ്ടും ആ വൈദിക സമ്പ്രദായം, അന്നത്തെ സമ്പ്രദായം ഇതാണ്, ഗുരുഭാവത്തിൽ നമ്മൾ സമീപിച്ച് കഴിയുമ്പോൾ അവിടെ സമിത്പാണിയായിട്ട് ചെല്ലണം എന്നുള്ള ആ ഒരു പാരമ്പര്യത്തെ, ആ ഒരു സംസ്കാരത്തിനെ അനുസ്മരിച്ചുകൊണ്ട് അവർ അപ്രകാരം സമിത്പാണിയായിട്ട് ഈ രാജാവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് വിചാരം ചെയ്യേണ്ട മേഖലയാണ്. നമ്മൾ അതിലേക്കൊന്നും കിടക്കണ്ട. അത് വേണമെങ്കിൽ അതൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ സന്ദർഭങ്ങളൊക്കെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ മന്ത്രം ഇതാണ്: താൻ ഹോവാച പ്രാതർവ പ്രതിവക്താസ്മീതി. പ്രാതകാലത്ത് നിങ്ങൾക്ക് പ്രതിവക്ത, നിങ്ങളോട് പറയുന്നവനാകാം എന്ന് പറഞ്ഞു. തേഹ സമിത്പാണേഹ, അവർ സമിത്പാണികളായിട്ട് പൂർവാന്യേ പ്രതിചക്രമിരേ, പൂർവാന്നത്തിൽ എന്ന് പറഞ്ഞ പ്രഭാതത്തിൽ അവിടെ പ്രവേശിച്ചു. താൻഹ അനുപനീയൈഹി വയേദുവാച, അവരെ ഉപനയനം ചെയ്യിക്കാണ്ട് തന്നെ അവർക്ക് ഉപദേശിച്ചു. ഉപനയനം ചെയ്യേണ്ട ആവശ്യമില്ല. സമിത്പാണിയായിട്ട് ഗുരുവിനെ സമീപിക്കുമ്പോൾ ഉപനയനം ചെയ്തിട്ടാണ് ഉപദേശിക്കുന്നത്. പക്ഷേ ഇവർ ഓൾറെഡി മഹാബ്രാഹ്മണരും മഹാഗ്രഹസ്ഥര് മഹാജ്ഞാനികൾ എന്നൊക്കെ പറയുന്ന എല്ലാം ഉണ്ട്, ധനവാന്മാരും എല്ലാമാണ്. അപ്പോൾ അവരെ ഉപനയനം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ പക്ഷേ അവരത് പാലിച്ചു എന്നുള്ളതാണ്. സമിത്പാണികളായിട്ട് തന്നെ അവർ പ്രവേശിച്ചു. അതായത് അവിടെ ആ ഒരു ഭാവം കാണിക്കുന്നത്, വ്യക്തമായിട്ടുള്ള ആ ഒരു ശിഷ്യത്വം, ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് അർജുനൻ സമീപിച്ചതുപോലെ അവിടെ സമിത്പാണിയല്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ പ്രയോഗത്തിലുണ്ട്. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. അപ്രകാരം ഇവിടെ അർജുനന് ഭഗവാനെ സമീപിച്ചതുപോലെ തന്നെ ഇവിടെ അശ്വപതി എന്ന് പറയുന്ന രാജാവിനെ ഇവർ സമീപിച്ചിട്ട് ചോദിക്കുന്നു. ഇപ്പോൾ ചോദ്യത്തിൽ
ഇവർക്ക് എന്തറിയാം എന്നുള്ളതാണ് ആദ്യത്തെ കുറച്ച് മന്ത്രങ്ങളുള്ളത്. അവിടെ ഓരോരുത്തരും പറയുകയാണ് എനിക്ക് ഇന്ന അറിയാം, എനിക്ക് ഇന്നതറിയാം, എനിക്ക് ഇന്നതറിയാം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും അവർക്ക് അറിയാവുന്ന, അതായത് വൈശ്വാനരാത്മാവിനെ കുറിച്ചാണ് ചർച്ചാ വിഷയം. വൈശ്വാനരനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ വൈശ്വാനരൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും അവർക്ക് അറിവുള്ളത് ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കുറവുകൾ എന്താണെന്ന് പറഞ്ഞ ശേഷം ശരിക്കും വൈശ്വാനരാത്മാ എന്താണെന്ന് പറയുന്നു. ഇവിടെയാണ് ഓരോരുത്തരും പറയുകയാണ്. ആദ്യം ഉപമന്യുപുത്രനോട് ചോദിച്ചു, അങ്ങേതാത്മാവിനെയാണ് ഉപാസിക്കുന്നത്? അപ്പോൾ ഉപമന്യുപുത്രനായ പ്രാചീനശാലൻ പറഞ്ഞു, ഞാൻ സുതേജസ്, ഞാൻ ദ്യോവിനെയാണ് ആരാധിക്കുന്നത്. ദ്യോ എന്ന് പറഞ്ഞാൽ സ്വർഗലോകമായി. അപ്പം ദ്യോവിനെയാണ് ആരാധിക്കുന്നത്. സ്വർഗപ്രാപ്തിക്ക് വേണ്ടുന്നതായ യാഗങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇവിടെ ദ്യോവിനെ ഉപാസിക്കുന്നത്. ഇപ്പോൾ ഇതേപോലെയാണ് ബാക്കിയുള്ള എല്ലാ ഉപാസനകളും പോകുന്നത്. അതിന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, അങ്ങ് ഉപാസിക്കുന്നത് ദ്യുലോകത്തെയാണ്. അത് സുതേജസ് എന്ന് പ്രസിദ്ധമായ വൈശ്വാനരാത്മാവാണ്. അതുകൊണ്ട് അങ്ങയുടെ വംശത്തിന് അഭിവൃദ്ധി ഉണ്ടാകും, അങ്ങേക്ക് ധനധാന്യ സമൃദ്ധികളെല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ ഈ പൂർണ്ണമായ വൈശ്വാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഉപദേശം തേടി എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നു എങ്കിൽ, ബ്രഹ്മവർച്ചസം അതെല്ലാം വന്നില്ലായിരുന്നുവെങ്കിൽ, മൂർധാതേഷ്വാത്മനഃ ഉപാസ്തേ മൂർധാതേഷ്വാത്മനഃ ഇതി ഹോവാച മൂർധാതേ വ്യപതിഷ്യത്, അങ്ങയുടെ മൂർധ പതിച്ചേനയായിരുന്നു, മൂർധാവ് പതിക്കുമായിരുന്നു. അതേമാതിരി രണ്ടാമത്തെ ആള്, അപ്പോൾ അത് കാരണം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് കാരണം മൂർധാവ് പതിക്കത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ആളുടെ അടുത്ത് ചോദിച്ചു, പുരുഷപുത്രനായ സത്യജിത്തിനോടാണ് ചോദിക്കുന്നത്, അല്ലയോ പ്രാചീന യോഗ്യ, അങ്ങ് ഏതാത്മാവിനെയാണ് ഉപാസിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആദിത്യനെയാണ് രാജാവെ ഉപാസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് ഉപാസിക്കുന്നത് വിശ്വരൂപൻ എന്ന പ്രസിദ്ധമായ വൈശ്വാനരാത്മാവിനെയാണ്. അതുകൊണ്ട് അങ്ങയുടെ വംശത്തിൽ എല്ലാം നല്ലതായിട്ട് ഭവിക്കുന്നു, എല്ലാം ഉണ്ട്, അങ്ങക്ക് പ്രിയമായിട്ടുള്ളത് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നു, ഇങ്ങനെയുണ്ട്. എന്നാൽ ഇത് ആത്മാവിൻ്റെ ചക്ഷുസ്സു മാത്രമാകുന്നു. അങ്ങനെ കാണാൻ വന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങ് കുരുടനായി അന്ധനായി തീരുമായിരുന്നു എന്ന് രാജാവ് ഇദ്ദേഹത്തോടും പറഞ്ഞു. അപ്പോൾ അടുത്തത് മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഭാല്ലവിയുടെ പുത്രനായ ഇന്ദ്രദ്യുമ്നോട് ചോദിച്ചു, വ്യാക്രപാത്തിൻ്റെ പുത്രനായ അങ്ങ് ആരെയാണ് ഉപാസിക്കുന്നത്? വായുവിനെയാണ് ഞാൻ ഉപാസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വായുവിനെ ഉപാസിച്ചുള്ള ഗുണത്തെക്കുറിച്ച് പറഞ്ഞു. ഭക്ഷണം, അന്നം, വസ്ത്രം തുടങ്ങിയിട്ടുള്ളതെല്ലാം ലഭിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ഉപാസന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമം ചെയ്യലും ഇങ്ങനെ പല വിധത്തിലുണ്ട്, ഓരോ കാര്യങ്ങളുമുണ്ട്. ഇതാണ് ആത്മ, ഇതാണ് വൈശ്വാനൻ എന്ന രീതിയിലാണ് ഇതാണ് സർവ്വതും എന്നുള്ള രീതിയിലാണ് ഉപാസിക്കുന്നത്. ഇങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കിട്ടും. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാലോ, ഇങ്ങനെ കിട്ടുന്നു. പക്ഷേ പ്രശ്നം, ഇത് ആത്മാവിൻ്റെ പ്രാണൻ മാത്രമാകുന്നു. അങ്ങൻ്റെ അടുത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ പ്രാണൻ പോകുമായിരുന്നു എന്ന്. അടുത്ത ആള് ഇതേമാതിരി, ജനൻ, ശർക്കരാക്ഷപുത്ര, അങ്ങ് എന്തിനെയാണ് ആത്മാവായിട്ട് ഉപാസിക്കുന്നത്? ഞാൻ ഉപാസിക്കുന്നത് ആകാശത്തെയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അത് ആത്മാവായിട്ട് ഞാൻ ആകാശത്തെ ഉപാസിക്കുന്നു. അപ്പം പറഞ്ഞു, അങ്ങക്ക് ആ ഉപാസന കൊണ്ട് ധനധാന്യ സമൃദ്ധികളെല്ലാം ഉണ്ടാവുന്നു, വംശത്തിൽ തേജസ്സുള്ള പുത്രന്മാരുണ്ടാവുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ ശരീരമധ്യം നശിച്ചു പോകുമായിരുന്നു, ഉദരം നശിച്ചു പോകുമായിരുന്നു. അടുത്ത രാജാവ് അശ്വതരാശ്വൻ്റെ പുത്രനായ ബഡിലനോട് ചോദിച്ചു. ബുഡിലനോട് ചോദിച്ചു,
അല്ലയോ വ്യാഘ്രപാത്തിൻ്റെ പുത്ര, അങ്ങ് എന്തിനെയാണ് ആത്മാവായിട്ട് ഉപാസിക്കുന്നത്? ഇദ്ദേഹം പറഞ്ഞു, അപ്പുകളെയാണ്, അപ്പിനെയാണ് ഞാൻ ആത്മാവായിട്ട് ഉപാസിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് പറഞ്ഞു, ഇത് രൈ എന്ന് പ്രസിദ്ധമായിട്ടുള്ള വൈശ്വാനര ആത്മാവാകുന്നു. അതിനാൽ അങ്ങേക്ക് ധനമുള്ളവനും പുഷ്ടിയുള്ളവനും ആകുന്നു. പക്ഷെ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നു എങ്കിൽ അങ്ങയുടെ വസ്തി പൊട്ടിപ്പോവുമായിരുന്നു. അടുത്തത് അരുണപുത്രനായ ഉദ്ദാലകനോട് ചോദിച്ചു. ഉദ്ദാലകനാണല്ലോ ഇവരെയും കൊണ്ട് ചെന്നത്. ഉദ്ദാലകനോട് ചോദിച്ചു, അല്ലയോ ഗൗതമ, അങ്ങേ ഏതിനെയാണ്? അപ്പോൾ ഉദ്ദാലകൻ പറഞ്ഞു, ഞാൻ പൃഥിവിയാണ് ആത്മാവായിട്ട് ഉപാസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അങ്ങ് ഇപ്രകാരം ഉപാസിക്കുന്ന അങ്ങേക്ക് പശു പ്രജകളെ തുടങ്ങിയിട്ടുള്ളതെല്ലാം സമൃദ്ധമായിട്ടുണ്ട്. തേജസ്സുള്ളവർ അങ്ങയുടെ കുലത്തിൽ ജനിക്കുന്നു. എന്നാൽ ഇത് ആത്മാവിൻ്റെ പാദങ്ങൾ മാത്രമാകുന്നു. അങ്ങ് എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നു എങ്കിൽ അങ്ങയുടെ കാലുകൾ തളർന്നു പോകുമായിരുന്നു എന്ന്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരെ ഉപാസിക്കുന്നവരാണ്. അപ്പോൾ ഉപാസിക്കുന്നതിൻ്റെ ഓരോ നേട്ടങ്ങളും കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഉപാസിക്കുന്നതിനുള്ള ഓരോ ദോഷഫലങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. ഈ ഭാഗം ഒരിക്കലും ഈ ദോഷഫലങ്ങൾ വരുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കാതെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. അതുകൊണ്ടാണ് ഉപാസിക്കുമ്പോൾ അതും കൂടെ എല്ലാം അറിയണമെന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങളെല്ലാവരും, അപ്പോൾ ഇത്രയും പേരുണ്ടല്ലോ, അപ്പോൾ ഇവരോടായിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും വൈശ്വാനരാത്മാവിനെ വേറെ വേറെ എന്ന പോലെ വിചാരിച്ചുകൊണ്ടാണ് അന്നത്തെ ഭക്ഷിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം അവയവങ്ങളായിട്ടുള്ളവനും ഞാൻ എന്ന് അഭിമാനിക്കുന്ന പ്രത്യേകാത്മാവുമായ വൈശ്വാനരാത്മാവിനെ ഉപാസിക്കുന്നവൻ എല്ലാ ലോകങ്ങളിലും ഭൂതങ്ങളിലും ആത്മാവെന്ന് വ്യവഹരിക്കുന്ന എല്ലാ ശരീരേന്ദ്രിയ മനോബുദ്ധികളിലും അന്നത്തെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോരോ അംശങ്ങളെയാണ് ഉപാസിക്കുന്നത്, പൂർണ്ണമായിട്ടുള്ള വൈശ്വാനരാത്മാവിനെ അല്ല എന്ന്. അങ്ങനെയുള്ള ആ വൈശ്വാനരാത്മാവിൻ്റെ മൂർധാവ് ദ്യുലോകമാകുന്നു. സുതേജസ് എന്ന് പറയുന്ന ദ്യുലോകമാകുന്നു വൈശ്വാനരാത്മാവിൻ്റെ മൂർധാവ്. വിശ്വരൂപനായിട്ടുള്ള ആദിത്യൻ ഈ വൈശ്വാനരാത്മാവിൻ്റെ ചക്ഷുസ്സാകുന്നു. പൃഥക്വർമാവായിട്ടുള്ള വായു പ്രാണനാകുന്നു. ബഹുലമായ ആകാശം ശരീരമാകുന്നു. രീയാകുന്ന അപ്പുകൾ മൂത്രാശയമാകുന്നു. പൃഥിവി തന്നെ പാദങ്ങളാകുന്നു. വൈശ്വാനരാത്മകനായ ഈ ഭോക്താവിൻ്റെ ഉരസ്സാണ് വേദിയാകുന്നത്. രോമങ്ങൾ ദർഭയാകുന്നു. ഹൃദയം ഗാർഹപത്യാഗ്നിയാകുന്നു. മനസ്സ് ദക്ഷിണാഗ്നിയാകുന്നു. വായു ആവഹനീയാഗ്നിയാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ വൈശ്വാനരാത്മാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഈ സർവാത്മാവായിട്ട് ഉപാസിക്കേണ്ട വിധമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് സർവാത്മാവാണ്, അതായത് ഏതെങ്കിലും ഒരു ദ്യുലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുതേജസ് എന്ന് പറയുന്ന ദ്യുലോകം മാത്രമായിട്ട്, അല്ലെങ്കിൽ ആകാശം മാത്രമായിട്ട്, അല്ലെങ്കിൽ വായു മാത്രമായിട്ട്, അല്ലെങ്കിൽ ആദിത്യൻ മാത്രമായിട്ട് അപ്രകാരം ഉപാസിക്കുന്നവൻ അല്പത്തെയാണ് ഉപാസിക്കുന്നത്. പൂർണ്ണമായിട്ട് ഉപാസിക്കണമെങ്കിൽ ഇപ്രകാരം വേണം എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ഹോമം, അതായത് ഒരുവൻ ഭക്ഷിക്കുമ്പോൾ അവന് ഈ ആഹുതികളാണ് അർപ്പിക്കുന്നത്. അങ്ങനെ ആഹുതികൾ അർപ്പിക്കുമ്പോൾ ഇത് ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ആദ്യമായി വരുന്ന ഭക്ഷണം ഹോമിക്കുവാനുള്ള സാധനമാകുന്നു എന്ന്. ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ അത് എങ്ങനെ ഹോമിക്കണം? ആഹുതിയെ പ്രാണായ സ്വാഹ എന്ന മന്ത്രം ചൊല്ലി ഹോമിക്കണം എന്ന്. ആദ്യം അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം പ്രാണായ സ്വാഹ എന്ന് ചൊല്ലണം. പ്രാണായ സ്വാഹ എന്ന് ചൊല്ലിയിട്ട് വേണം ആദ്യത്തെ ഭക്ഷണം കഴിക്കണം.
അത് കഴിയുമ്പോഴോ രണ്ടാമത് എന്താണ് ചൊല്ലേണ്ടത്? അപ്പോൾ ഈ ഒന്നാമത് ഇപ്രകാരം ചൊല്ലിക്കഴിയുമ്പോൾ പറയുമ്പോൾ പ്രാണായ സ്വാഹ എന്നാണല്ലോ പറഞ്ഞത്. പ്രാണൻ അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രാണൻ തൃപ്തനാകുന്നു. അപ്പം പ്രാണൻ തൃപ്തനാകുമ്പോൾ ചക്ഷുസ് തൃപ്തനാകുന്നു. ചക്ഷുസ് തൃപ്തമാകുമ്പോൾ ആദിത്യൻ തൃപ്തനാകുന്നു. ആദിത്യൻ തൃപ്തനാകുമ്പോൾ ദ്യൗ തൃപ്തമാകുന്നു. ദ്യൗ തൃപ്തമാകുമ്പോൾ ദ്യോവിൻ്റെയും ആദിത്യൻ്റെയും താഴെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തൃപ്തിപ്പെടുന്നു. പ്രാണായ സ്വാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട. നോക്കിക്കേ, എവിടം വരെ പോയി നോക്കിക്കേ. തൃപ്തിപ്പെടുന്നു. അത് തൃപ്തമാകുമ്പോൾ പുത്രപൗത്രാദി സമ്പത്തുകളെ കൊണ്ടും പശുക്കൾ മുതലായ സമ്പത്ത് കൊണ്ടും അന്നം മുതലായവ കൊണ്ടും ശരീരകാന്തി കൊണ്ടും സ്വാധ്യായത്താലും സദാചാര നിഷ്ഠയാലും ഉണ്ടാകുന്ന തേജസ് കൊണ്ടും ഭോക്താവും തൃപ്തനായിത്തീരുന്നു. അപ്പം പ്രാണായ സ്വാഹ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വരി മതി. അത് വരിയോട് കൂടിയിട്ട് അതായത് ആർക്കാണ് എന്നാണ്? അത് വൈശ്വാനരാത്മാവിന്, അതായത് ദ്വിലോകം മൂർധാവായിക്കൊണ്ട് പൃഥിവി പാദങ്ങളായിക്കൊണ്ട് നിൽക്കുന്ന ആ വൈശ്വാനരാത്മാവിന് ഇപ്രകാരം ഒരാഹുതി സമർപ്പിച്ചാൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പ്രാണായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആഹുതി വ്യാനേ തൃപ്യതി എന്ന്. അപ്പം രണ്ടാമത്തെ ആഹുതി ആർക്കാ കൊടുക്കേണ്ടത്? വ്യാനനാണ് കൊടുക്കേണ്ടത്. അപ്പം പ്രാണായ സ്വാഹ കഴിഞ്ഞാൽ രണ്ടാമത് പറയേണ്ടത് വ്യാനായ സ്വാഹ. രണ്ടാമതായി ഹോമിക്കുന്ന ആഹുതിയെ വ്യാനായ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമിക്കണം. അതുകൊണ്ട് വ്യാനൻ തൃപ്തനാകും. വ്യാനൻ തൃപ്തനാകുമ്പോൾ ശ്രോത്രം തൃപ്തിപ്പെടുന്നു. ശ്രോത്രം തൃപ്തമാകുമ്പോൾ ചന്ദ്രൻ തൃപ്തമാകുന്നു. അപ്പോൾ ഇവിടെ നേരെ ചന്ദ്രനിലേക്ക് പോയി. പ്രാണന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അത് ആദിത്യനിലേക്കായിരുന്നല്ല പോയത്, ചക്ഷുസ്സായിരുന്നു. ചക്ഷുസ്സിൽ നിന്ന് ആദിത്യനിലേക്ക് പോയി. ഇവിടെ ഇപ്പോൾ ശ്രോത്രമാകുന്നു. ശ്രോത്രത്തിൽ നിന്ന് ചന്ദ്രൻ തൃപ്തനാകുന്നു. ചന്ദ്രൻ തൃപ്തനാകുമ്പോൾ ദിക്കുകൾ തൃപ്തമാകുന്നു. ദിക്കുകൾ തൃപ്തങ്ങളാകുമ്പോൾ ദിക്കുകളുടെയും ചന്ദ്രൻ്റെയും കീഴിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തൃപ്തമാകുന്നു. അങ്ങനെ തൃപ്തമാകുമ്പോൾ സന്തതികളെ കൊണ്ടും പശുക്കളെ കൊണ്ടും അന്നം മുതലായവ കൊണ്ടും ശരീരകാന്തി കൊണ്ടും ബ്രഹ്മവർച്ചസ് കൊണ്ടും ഭോക്താവും തൃപ്തനാകുന്നു. അപ്പോൾ രണ്ടാമത്തെ ആഹുതി വ്യാനായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചാൽ ഇപ്രകാരം വലിയ ഫലം ലഭിക്കുന്നതായിട്ട് തീരുന്നു എന്ന്. ഇനി അപ്പോൾ അടുത്തത് മൂന്നാമത്തേത് ആഹുതി ഏതാണ്? മൂന്നാമത്തെ ആഹുതിയാണ് അപാനായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ആഹുതി ചെയ്യുമ്പോൾ അപാനൻ തൃപ്തിപ്പെടുന്നു. അപാനൻ തൃപ്തമാകുമ്പോൾ വാക്ക് തൃപ്തമാകുന്നു. വാക്ക് തൃപ്തമാകുമ്പോൾ അഗ്നി തൃപ്തപ്പെടുന്നു. അഗ്നി തൃപ്തമാകുമ്പോൾ പൃഥിവി തൃപ്തപ്പെടുന്നു. പൃഥിവി തൃപ്തമാകുമ്പോൾ അഗ്നിയും പൃഥിവിയും അധിഷ്ഠാനം ചെയ്യുന്നതെല്ലാം തൃപ്തമാകുന്നു. അങ്ങനെ തൃപ്തമാകുമ്പോൾ ഈ വ്യക്തിക്ക് സന്തതി കൊണ്ടും പശുക്കളെ കൊണ്ടും അന്നം മുതലായവകളെ കൊണ്ടും ശരീരകാന്തി കൊണ്ടും ബ്രഹ്മവർച്ചസ് കൊണ്ടും ഭോക്താവും തൃപ്തനായിത്തീരുന്നു. അപ്പോൾ ഇത് മൂന്നാഹുതികളായി. അപ്പം നാലാമത്തേതോ? നാലാമത്തേത് സമാനൻ. നാലാമത്തെ ആഹുതി സമാനായ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമിക്കുമ്പോൾ സമാനം തൃപ്തപ്പെടുന്നു. സമാനം തൃപ്തപ്പെടുമ്പോൾ മനസ്സ് തൃപ്തിയാകുന്നു. മനസ്സ് തൃപ്തമാകുമ്പോൾ പർജന്യൻ തൃപ്തപ്പെടുന്നു. പർജന്യൻ തൃപ്തനാകുമ്പോൾ വിദ്യുത്ത് തൃപ്തമാകുന്നു. വിദ്യുത്ത് തൃപ്തമാകുമ്പോൾ വിദ്യുത്തും പർജന്യനും അധിഷ്ഠാനം ചെയ്യുന്നതെല്ലാം തൃപ്തിപ്പെടുന്നു. അതിൻ്റെ തൃപ്തിയെ തുടർന്ന് സന്തതി കൊണ്ടും പശുക്കളെ കൊണ്ടും അന്നം മുതലായവ കൊണ്ടും ശരീരകാന്തി കൊണ്ടും ബ്രഹ്മവർച്ചസ് കൊണ്ടും ഭോക്താവ് തൃപ്തനാകുന്നു. അപ്പം നാലാഹുതികളായി. അതായത് ഒരല്പം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ തൃപ്തിപ്പെടണം എന്നുള്ള ബുദ്ധി വേണം എന്നുള്ളതാണ്. അത് നോക്കിക്കേ, എവിടം വരെ പോയി നോക്കിക്കേ. അതായത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കായിട്ടല്ല നമ്മൾ കഴിക്കുന്നത്, പകരം ഈ വിശ്വാത്മാവിനായിട്ട് ഭക്ഷിക്കുക എന്നുള്ളത്. അപ്പോഴാണ് ഈ പ്രാണസ്വഹ അപാനസ്വഹ എന്നൊക്കെ പറയുമ്പോൾ, അല്ലാതെ അവനവന് വേണ്ടിയിട്ട് ഭക്ഷിക്കുമ്പോൾ ഇപ്രകാരമുള്ളതൊന്നുമല്ല. പക്ഷേ വൈശ്വാനരാത്മാവിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വൈശ്വാനരാത്മാവിൻ്റെ വിഭൂതികൾ അല്ലെ, വൈശ്വാനരാത്മാവിൻ്റെ അംഗങ്ങളായിട്ടുള്ള സർവ്വഭാഗങ്ങളുമാണ് തൃപ്തിപ്പെടുന്നത്. അങ്ങനെ തൃപ്തിപ്പെടുമ്പോൾ സർവ്വയിടത്തും തൃപ്തിപ്പെടുന്നു. അങ്ങനെ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭോക്താവിന്, അതായത് ചെയ്തവന്, അവന് ഐശ്വര്യം, കീർത്തി തുടങ്ങിയിട്ടുള്ള സർവ്വതും കിട്ടുന്നു.
ഇനി അടുത്തതായിട്ട് ഇപ്പം നമ്മൾ 4 ആഹുതികളെക്കുറിച്ച് പറഞ്ഞു. ഇനി 5ാമത്തെ ആഹുതിയായിട്ടുള്ളത് ഒന്നുകൂടെ ഉണ്ടല്ലോ, അതാണ് ഉദാനൻ. ഉദാനയ സ്വാഹ. അപ്പം 5ാമത് പറയേണ്ടത് ഉദാനായ സ്വാഹ. അപ്പം അതിൻ്റെ ക്രമം ഇങ്ങനെയാണ് ഈ ഉപനിഷത്തിനകത്ത് തന്നിരിക്കുന്നത്. പ്രാണായ സ്വാഹ, വ്യാനായ സ്വാഹ, അപാനായ സ്വാഹ, സമാനായ സ്വാഹ, ഉദാനായ സ്വാഹ. അപ്പോൾ ഉദാനിന് ഇതേമാതിരി കൊടുത്താലോ, ഉദാനേ തൃപ്യതി, ഉദാനം തൃപ്തനായാൽ, ത്വക് തൃപ്യതി, ത്വക്ക് തൃപ്തമാകുന്നു, ത്വചി തൃപ്യന്താം, ത്വക്ക് തൃപ്തമാകുമ്പോൾ, വായു തൃപ്യതി, വായു തൃപ്തമാകുന്നു, വായു തൃപ്യതി, വായു തൃപ്തിയുള്ളതാകുമ്പോൾ, ആകാശതൃപ്യതി, ആകാശം തൃപ്തമാകുന്നു. ഇങ്ങനെ പോയിട്ട് ആകാശം തൃപ്തമാകുമ്പോൾ വായുവും ആകാശവും അധിഷ്ഠാനം ചെയ്യുന്നതെല്ലാം തൃപ്തമാകുന്നു. അതിനെ തുടർന്ന് സന്തതികളും പശുക്കളും അന്നം മുതലായവ കൊണ്ടും ശരീരകാന്തി കൊണ്ടും ബ്രഹ്മവർച്ചസ് കൊണ്ടും ഭോക്താവും തൃപ്തനായിത്തീരുന്നു എന്ന്. ഇനി ആരെങ്കിലും ഈ വൈശ്വാനരാത്മാവിൻ്റെ സ്വരൂപത്തെ അറിയാതെ അഗ്നിഹോത്രം ചെയ്താൽ, ഇപ്പം നമ്മൾ സാധാരണ ബ്രാഹ്മണനായ അഗ്നിഹോത്രം ചെയ്യണമെന്നുള്ളതാണ് ഒരു നിയമം. ഇപ്പം ബ്രാഹ്മണൻ അഗ്നിഹോത്രം ചെയ്യുമ്പോൾ മാത്രമാണ് ബ്രാഹ്മണൻ പറയാൻ പറ്റുന്നത്. കാരണം അഗ്നിഹോത്രം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ യസ്യ അഗ്നിഹോത്രം അദർശം അപൂർണമാസം, ഇങ്ങനെ അഗ്നിഹോത്രം ഡെയിലി ചെയ്യേണ്ട ഒന്നാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട് പക്ഷെ ദർശനമില്ല എങ്കിൽ, അതായത് വൈശ്വാനര ആത്മാവിൻ്റെ, അഗ്നിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ആത്മാവാണ്, വൈശ്വാനരാത്മാവിൻ്റെ ദർശനം കൂടാതെ ഒരുവൻ അഗ്നിഹോത്രം ചെയ്യുകയാണെങ്കിൽ, അതാണ് സയ ഇതം അവിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി, അവിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി. അവിദ്വാൻ അവിജാനൻ എന്നർത്ഥം, അറിയാണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെ വിദ്വാനെന്നോ അവിദ്വാനെന്നോ ഉള്ള നോമിനേറ്റീവ്സ് അല്ല എടുക്കേണ്ടത്, പകരം അവിദ്വാൻ, അറിയാണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവിദ്വാൻ എന്നുള്ള വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് അറിയാണ്ട് എന്നുള്ളത്, അവിദ്വാൻ അറിയാണ്ട് ചെയ്താൽ എന്നുള്ളത്. അതായത് വൈശ്വാനരാത്മസ്വരൂപത്തെ അറിയാണ്ട് അഗ്നിഹോത്രം ചെയ്താൽ, വെറുതെ ചെയ്യുക എന്നുള്ള, കുറച്ച് മന്ത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്, ക്രിയകൾ ചെയ്യേണ്ടതും അറിയാം, ഉടനെ ഇതെങ്ങനെ അറിയാണ്ട് ചെയ്താൽ ആണെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണെന്നാ, യഥാ അങ്കാരാൻ അനബോഹ്യ ഭസ്മനി ജുഹൂയ താദൃക് തത് സ്യാത്. അഗ്നിയെല്ലാം കെട്ട ശേഷം ചാരത്തിൽ ഹോമം ചെയ്താൽ എന്ത് ബലം കിട്ടുമോ അത്രയും ബലമേ കിട്ടത്തുള്ളൂ എന്ന്. അതാണ് യഥാ അങ്കാരാൻ എന്ന് പറഞ്ഞാൽ കനലുകൾ കെട്ടടങ്ങി, അതാണ് അപോഹ്യ, അഗ്നി പോയ ശേഷം ഭസ്മനി ജുഹൂയാത്, ഭസ്മത്തിൽ ഹോമിക്കുന്നത് പോലെ ഉള്ള ഫലമേ വൈശ്വാനര ആത്മാവിനെ അറിയാണ്ട് ഒരുവൻ അഗ്നിഹോത്രം ചെയ്താൽ കിട്ടത്തുള്ളൂ എന്ന്. അതായത് കർമ്മം ചെയ്യുമ്പോൾ അതിനകത്ത് ജ്ഞാനം വേണം, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല എന്ന്. അറിവോടുകൂടിയിട്ട് ചെയ്യണമെന്നുള്ള ഇതാണ് ഇതിനകത്തെ രഹസ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ് എന്നത്തെ കാലത്തായാലും കർമ്മം ചെയ്യാൻ പഠിക്കുന്നു, കർമ്മം അങ്ങ് ചെയ്യുന്നു, മന്ത്രം ചൊല്ലാൻ പഠിക്കുന്നു, മന്ത്രം അങ്ങ് ചൊല്ലുന്നു. അതിനകത്ത് ദർശനം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. അപ്പോൾ ഇതിൻ്റെ ഫലം ഇതാണ്. പ്രത്യേകിച്ച് ഫലമൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഫലമില്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തരും പറയുന്നത്, ഒരുപാട് ചെയ്യുന്നു, ഒരുപാട് കർമ്മം ചെയ്യുന്നു, ഒരുപാട് ഉപാസന ചെയ്യുന്നു, ഫലമില്ലല്ലോ. അതാണ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് അത് ചെയ്യണം എന്നതാണ്. അഥയ ഏതം വിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി. ഒരുവൻ ഇപ്രകാരം അറിഞ്ഞിട്ട് എന്നർത്ഥം. വിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി, അഗ്നിഹോത്രം ചെയ്യുന്നുവോ, തസ്യ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മസുഹൃതം ഭവതി. അങ്ങനെ ഉള്ളവന് എന്താണ് സംഭവിക്കുന്നത്? അവൻ അഗ്നിഹോത്രത്തെ ഹോമിക്കുന്നവൻ്റെ അഗ്നിഹോത്രം എല്ലാ ലോകങ്ങളിലും എല്ലാ ഭൂതങ്ങളിലും എല്ലാ ആത്മാക്കളിലും ഹോമിക്കപ്പെട്ടതായിത്തീരുന്നു. അപ്പോൾ ഇതാണ്
ഒരു പ്രാണായ സ്വാഹ കൊണ്ട് എവിടം വരെ അത് എത്തിക്കാം എന്നുള്ളത് നോക്കണം. അത് അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബാങ്കിൽ കൊണ്ടൊരു 10 ലക്ഷം രൂപ ഇട്ടു. എന്നിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്തതിനകത്ത് 2 കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കൗണ്ട് നമ്പറും എഴുതിയില്ല, പേരും എഴുതിയില്ല. എന്നിട്ട് ഈ പൈസയും ഇട്ടിട്ട് അവിടെ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് കെട്ടിനകത്താക്കിയിട്ട് ഇതും ചെയ്തിട്ട് ആ സ്ലിപ്പും കൂടെ വെച്ചിട്ട് നമ്മൾ ഇനി പോകുന്നു. പോയതിന് ശേഷം എന്ത് പറ്റിയെന്നുള്ളതാണ്. ഞാൻ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സംഗതി എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിട്ട് ചെയ്യണം. ഇപ്രകാരം വൈശ്വാനര ദർശത്തെ അറിഞ്ഞ് പ്രാണാഗ്നിഹോത്രത്തെ ഹോമിക്കുന്നവൻ്റെ, അതായത് അന്നത്തെ ഭക്ഷിക്കുന്നവൻ്റെ, ഇപ്രകാരം അറിഞ്ഞുകൊണ്ട് അന്നം ഭക്ഷിക്കുന്നവനും രണ്ടും ഒന്നാണെന്നർത്ഥം. ഹോമം ചെയ്യുന്നതെന്ന് പറയുന്നതും അന്നത്തെ ഭക്ഷിക്കുന്നതും ഇവിടെ രണ്ടും ഒരുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നതിൻ്റെ എല്ലാ പാപങ്ങളും തീയിലിട്ട ഇഷീകപ്പുല്ലിൻ്റെ പഞ്ഞി ദഹിക്കുന്നത് പോലെ. അതാണ് പ്രയോഗം. ഈ ഷീകപ്പുല്ലിൻ്റെ പഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആളിക്കത്തുന്ന തീയിലേക്ക് ഒരു തുണ്ട് പഞ്ഞി ഇട്ടാൽ എങ്ങനെ ഇരിക്കുന്നത്, അതുപോലെ ഇവൻ്റെ പാപങ്ങൾ മുഴുവനും ഭസ്മമായി പോകും. ഭസ്മം പോലും അവശേഷിക്കുന്നില്ല, അതേപോലെ ആയിപ്പോകും. തസ്മാത്, അതിനാൽ ഇപ്രകാരം ഇനിയുള്ള ഭാഗം ഇതേമാതിരി പ്രധാനപ്പെട്ട ഒരു മന്ത്രം, ഒരു വരിയും കൂടാണിത്. ഇപ്രകാരം അറിഞ്ഞിട്ട് ഉപാസിക്കുന്നവൻ ഉച്ഛിഷ്ടം ചണ്ടാളന് കൊടുത്താലും പാപം ബാധിക്കത്തില്ല. കാരണം ചണ്ടാളനായിട്ട് വൈശ്വാനരൻ തന്നെയാണ് ഭക്ഷിക്കുന്നതെന്ന് ഇവൻ അറിയുന്നു. ഇതൊരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഉച്ഛിഷ്ടം ആർക്കും ഭക്ഷിക്കുവാൻ കൊടുക്കരുത്. ഭക്ഷിക്കുവാൻ കൊടുത്താൽ അത് പാപമാണ്. ചണ്ടാളൻ അന്നത്തെ കാലത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ഇതാണ്, അതായത് ശ്മശാനത്തിൽ വസിക്കുന്നവൻ എന്നാണ്. ശ്മശാനത്തിൽ വസിക്കുന്നവൻ ശ്മശാനത്തിൽ മാത്രം വസിക്കുന്നവൻ. പിന്നീടുണ്ടായ സാമൂഹിക വ്യവസ്ഥയിലുള്ള ആ ചണ്ടാളിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അന്നത്തെ സമയത്ത് ഇവർ ഹരിശ്ചന്ദ്രൻ ഒരു സമയത്ത് ചണ്ടാളിനെ പോലെ കഴിഞ്ഞു. പിന്നെ വേറെ ഏതോ ഒരു രാജാവുണ്ടല്ലോ, നമ്മുടെ ഈ ഇവിടെ പോയ തൃശങ്കു സ്വർഗത്ത് പോയിട്ടുള്ള രാജാവുണ്ടല്ലോ, തൃശങ്കു ചണ്ടാളനായിട്ട് രാജാവായിരുന്നു. പക്ഷേ ശാപം കൊണ്ട് ചണ്ടാളൻ, ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് ഒരു കുറച്ചു കാലത്തേക്ക് ചണ്ടാളത്വം ലഭിക്കുന്നു. ഇങ്ങനെ പലർക്കും ചണ്ടാളത്വം ലഭിക്കുന്നു, പിന്നെ അത് ചണ്ടാളത്വം ശരിയാകുന്നു. പാപം ശപിക്കുമ്പോൾ ചണ്ടാളത്വം പോകും. അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് ഈ ചണ്ടാളത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ആയുഷ്കാലം കൊണ്ട് നടക്കേണ്ടതല്ല, ജന്മനാ കിട്ടുന്നതും പിന്നീട് അങ്ങനത്തെ ഉള്ള പ്രയോഗമൊന്നും അന്നത്തെ കാലത്തുള്ളതായിട്ട് തോന്നില്ല. അപ്പം ഇങ്ങനെയുള്ള അവൻ ചണ്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ടാലോസ്തു ദിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ എന്ന് നമുക്ക് ശങ്കരാചാര്യരുടെ. ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ ദിജോസ്തു ഗുരു തന്നെയാകുന്നു. എന്താണ്? ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ എന്ന് ശങ്കരാചാര്യൻ പറഞ്ഞു. പിന്നെ കാശിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചണ്ടാളനാണ്, അവിടുത്തെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ചണ്ടാളനാണ്. അതായത് കാശി എന്ന് പറയുന്നത് ശ്മശാനമാണ്. കാശി ശ്മശാനമാണ്, ശ്മശാനവാസിയാണ് പരമേശ്വരൻ. അവൻ ശ്മശാനവാസി. അതുകൊണ്ടാണ് സർവ വ്യക്തികളും ഈ കാശിയിലേക്ക് മരണത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടുത്തെ ആ ശ്മശാനം ഒരു വലിയ ശ്മശാനമായി പോയപ്പോഴാണ് ഒരു സിറ്റി ആയിട്ട് വന്നത്. ആ ശ്മശാനത്തിൻ്റെ രാജാവെന്ന് പറയുന്നത് ആ ശ്മശാനത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ശ്മശാനത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ടാളനാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ ചണ്ടാളൻ ആ ശ്മശാനത്തിൻ്റെ അധിപൻ എന്ന് പറയുമ്പോഴത്തെ രാജാവാണ്. അതുകൊണ്ട് ശരിക്കും കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലെ ആ ഒരു ഭാഗത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് രാജാവാണ്. ആ ശ്മശാനവാസിയാണ് ഈ ശ്മശാനത്തിൽ നിന്നെടുക്കുന്ന ഭസ്മം കൊണ്ടാണ് കാശി വിശ്വനാഥനെ അഭിഷേകം ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് ശരിയാണോ എന്നറിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത്. ഈ ചുടലയിൽ നിന്നെടുക്കുന്ന ഭസ്മം മറ്റാരും സ്പർശിക്കത്തുമില്ല. കാരണം അങ്ങനെ ഒരു സ്പർശിക്കുക എന്ന് പറയുന്നത് വേറെ ആർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അപ്പം ശരിക്കും ശ്മശാനത്തിൽ നിന്ന് ഭസ്മം ധരിച്ചുകൊണ്ട് ഭസ്മം എടുത്തുകൊണ്ട് ഈ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നതായിരുന്നു പ്രാചീനം ആയിട്ടുള്ള രീതി. അത് പിന്നെ ആധുനിക കാലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തെ സർവ്വതും മാറി എന്നുള്ളത്. ഇന്ന് അതിനൊന്നും പ്രസക്തി ഇല്ലാത്ത തരത്തിൽ
ആരും അറിയാതെ പോയ പോലെ അതങ്ങ് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ ഈ ചണ്ടാള പ്രയോഗത്തിലൂടെ ഒന്നേ ഉള്ളൂ. ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അകറ്റി നിർത്തുന്ന ഒരാൾ. ആരും ഈ പെണ്ണ് ചണ്ടാളിന് വേറൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ചത്ത പശുവിനെ തിന്നാനുള്ള അധികാരം ചണ്ടാളിന് മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ചണ്ടാളൻ ചത്ത പശുവിനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആർക്കും ഒരു വിരോധമില്ല എന്നുള്ളത്. ബാക്കി ആരും ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അടുത്ത ക്രമം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇനിയിപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചത്ത പശുവിനെ ഭക്ഷിക്കുന്നവൻ രണ്ടാളെന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെയൊക്കെയാണ് കാലത്തിൻ്റെ ഓരോരോ സമയത്ത് മാറിപ്പോകുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോ സമയത്ത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ഭാഗങ്ങളായിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എത്ര ശരിയെന്നോ എത്ര തെറ്റെന്നോ ഉള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ഇതാണ്ട്, ആർക്കും ഉച്ഛിഷ്ടം കൊടുക്കാൻ പാടില്ല. ഇനി അപ്പോൾ അങ്ങനെ ആർക്കും ഉച്ഛിഷ്ടം കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇപ്പം ചണ്ടാളന്, സർവരാലും പരിത്യജിക്കപ്പെട്ട ചണ്ടാളന് ഉച്ഛിഷ്ടം കൊടുത്താൽ അതൊരു പാപമായിട്ട് ഗണിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വ്യക്തി ചണ്ടാളനാണ്, അതുകൊണ്ട് ഉച്ഛിഷ്ടം കൊടുക്കാമെന്ന് വിചാരിച്ച് ഉച്ഛിഷ്ടം കൊടുത്താൽ അത് അപരാധം തന്നെയാണ്, പാപമാണ്. പക്ഷേ ഇപ്രകാരം ഈ വൈശ്വാനരാത്മാവിനെ അറിഞ്ഞിട്ട് ആഹുതികൾ അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വൈശ്വാനരാത്മാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് സർവതും കൂടെ ഉള്ളതാണ്. അതിനകത്ത് ചണ്ടാളൻ എന്നുള്ള ദ്വിജൻ എന്നുള്ള ഭേദമൊന്നുമില്ല. ഇദ്ദേഹം ഒരു ചണ്ടാളന്, ഒരു പ്രയോഗം മാത്രം, ഒരു ചണ്ടാളന് ഉച്ഛിഷ്ടം കൊടുത്താൽ ഇദ്ദേഹത്തിനറിയാം, അതായത് ഈ കൊടുത്ത ആൾക്ക് തന്നെ അറിയാം, ഇത് ആര് ഭക്ഷിച്ചാലും അത് വൈശ്വാനരാത്മാവിനാണ് എന്നറിയാവുന്ന ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് ഉച്ഛിഷ്ടമല്ലാത്തതിനാൽ, കാരണം വൈശ്വാനരാത്മാവിന് കൊടുത്തിരിക്കുന്നത് സമർപ്പിക്കപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് ഉച്ഛിഷ്ടമാണ്, പക്ഷേ ഈ വ്യക്തിയുടെ ദൃഷ്ടിയിൽ അത് ഉച്ഛിഷ്ടമല്ല. അതുകൊണ്ട് ആ വ്യക്തിക്ക് പാപം ബാധിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ അഗ്നിഹോത്രത്തെക്കുറിച്ച് പറയുന്നതാണ്, എപ്രകാരമാണോ വിശപ്പുള്ള കുട്ടികൾ അമ്മയുടെ ചുറ്റും വന്നിരിക്കുന്നത് അതുപോലെ എല്ലാ ഭൂതങ്ങളും ഈ അഗ്നിഹോത്രത്തെ ഉപാസിക്കുന്നു എന്ന്. അതായത് എല്ലാ ഭൂതങ്ങളും ഈ അഗ്നിഹോത്രത്തെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഈ വൈശ്വാനരാത്മാ എന്ന് പറയുമ്പോൾ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമായി, ആ സ്വരൂപത്തിൽ എവിടെയെല്ലാം വിശക്കുന്നതായിട്ടുള്ള സൂക്ഷ്മ ഭൂതരൂപങ്ങൾ, ദേവതകൾ, ഇങ്ങനെ ദേവതകൾക്കൊന്നും വിശപ്പില്ല എങ്കിൽ കൂടി നമുക്ക് വിചാരിക്കാൻ ആർക്കെങ്കിലും വിശപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ സങ്കല്പത്തിലൂടെ അവരുടെ വിശപ്പ് മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ് ഇവിടെ ഈ വ്യക്തി നടത്തുന്ന ഈ അഗ്നിഹോത്രം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാണായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ വ്യാനായ, ഇങ്ങനെ ഓരോ മന്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ആഹുതികൾ അർപ്പിക്കുന്നതിന് സമാനമായിട്ട് ഭക്ഷിക്കുമ്പോൾ അവിടെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സങ്കല്പത്തിലൂടെ ആർക്കൊക്കെ, അതായത് സൂക്ഷ്മലോകത്തിൽ നമുക്കവിടെ പറയാം, സ്ഥൂല ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഓർഡറിലാണ് പോകുന്നത്. അപ്പം ഇതെല്ലാം അന്നങ്ങൾ സർവർക്കും ഭക്ഷണം നൽകിയതിൻ്റെ ഫലം ലഭിക്കുന്നു എന്ന്. ഇതാണ് നമുക്ക് ഈ ഛാന്തോഗ്യ ഉപനിഷത്തിനകത്തെ 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ഈ വൈശ്വാനര ആത്മാവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇടം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ടാണ് ഇനിയുള്ള സൂത്രങ്ങൾ. അതാണ് വൈശ്വാനര അധികരണം. അപ്പോൾ ഒന്നാമത്തെ സൂത്രം കാണാം, വൈശ്വാനര സാധാരണ ശബ്ദവിശേഷാത്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതായിരുന്നു, വൈശ്വാനരനാത്മാ ആരാണ്, കോനാത്മാ കിം ബ്രഹ്മ, ഇങ്ങനെയൊക്കെയാണ്. എന്താണ് ആത്മാ, എന്താണ് ബ്രഹ്മം എന്നൊക്കെയുള്ളതാണ് ചർച്ചാ വിഷയം. അപ്പോൾ ഈ വൈശ്വാനരൻ ആരാകുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ ചോദിച്ചതിൻ്റെ ഉത്തരം നമ്മൾ മുഴുവൻ ഉപനിഷത്ത് കണ്ടു. അപ്പോൾ അവിടെയാണെങ്കിൽ ഇങ്ങനെ ആ വൈശ്വാനരെന്ന് പറഞ്ഞാൽ
വൈശ്വാനരാത്മാവിൻ്റെ മൂർധാവ് സുതേജസ് ചക്ഷുസ് വിശ്വരൂപൻ ഇങ്ങനെയൊക്കെ ഉള്ളതിനാൽ തീർച്ചയായിട്ടും വൈശ്വാനരൻ എന്ന് പറയുന്നത് ആത്മാ തന്നെയാകുന്നു. അപ്പോൾ ഇവിടെ ജാഠരാഗ്നിയാണോ? ജാഠരാഗ്നിയെ വൈശ്വാനരൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ജാഠരാഗ്നിയല്ല. നമ്മൾ മുഴുവൻ ഉപനിഷത്തിൻ്റെ ഭാഗവും കണ്ടതാണ്. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉദരത്തിലുള്ള അഗ്നിയല്ല. പ്രാണായ സ്വാഹ എന്ന് പറഞ്ഞിട്ട് ആഹുതി രൂപത്തിൽ അന്നമാണ് ഭക്ഷിക്കുന്നതെങ്കിൽ കൂടിയും അത് ഉദരത്തിലിരിക്കുന്ന അഗ്നിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. പകരം അത് സമർപ്പിക്കുന്നത് വൈശ്വാനരാത്മാ എന്ന് പറയുന്നത് ജഗത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപത്തിനാണ്, ജഗതാകാരമായിട്ടുള്ള സ്വരൂപത്തിനാണ്. രണ്ടും ഒരേ അർത്ഥം തന്നെ. ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നതും ജഗതാകാരമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ മന്ത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഭാഗത്ത് കാണുകയുണ്ടായി, മറ്റേ എന്താണ് ഈ വിശ്വസ്യ സൃഷ്ട എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ. അപ്പോൾ വിശ്വത്തിനെ സൃഷ്ടിച്ചവൻ എന്ന് പറയുന്നതും വിശ്വമായിട്ട് നിൽക്കുന്നവൻ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ഈ വ്യത്യാസം അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ എങ്ങനെയാണ് ഈ വേദാന്തം മറ്റുള്ളിടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്. എല്ലാവരും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ള രീതിയിൽ എടുക്കുക, കാണുന്നത് നിമിത്ത കാരണമായിട്ടാണ്. നിമിത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാരണമാണുള്ളത്. ഒരു സൃഷ്ടിക്ക് വേണ്ടുന്ന രണ്ട് കാരണങ്ങളൊന്ന് നിമിത്ത കാരണം, രണ്ട് ഉപാദാന കാരണം. നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് കോസും ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസും. ഇങ്ങനെ രണ്ടെണ്ണമാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും കാണുന്നത് നിമിത്ത കാരണം അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് കോസ് എന്നുള്ള രീതി. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സങ്കല്പത്തിലൂടെ, ചിലർ പറയുന്ന സങ്കല്പത്തിലൂടെ സൃഷ്ടിച്ചു, മനസ്സിലൂടെ സൃഷ്ടിച്ചു, ഇങ്ങനെ പലതായിട്ട് സൃഷ്ടിച്ചു. ഇങ്ങനെയുള്ളതിനകത്തെല്ലാം നിമിത്ത കാരണമാണ് പറയുന്നത്. പക്ഷെ ഉപാദാന കാരണം വരുമ്പോൾ ഉപാദാന കാരണത്തെക്കുറിച്ച് പറയും. മെറ്റീരിയൽ എന്തെടുത്തു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. സങ്കല്പത്തിലൂടെ അവൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കട്ടെ, ഇവിടെ തന്നെ സംഭവിച്ചു. ഇങ്ങനെയാണ് എല്ലായിടത്തും പറഞ്ഞു പോകുന്നത്. പക്ഷെ വ്യക്തമായിട്ട് വേദാന്തത്തിൽ ഇവിടെ പറയുന്നത് എന്താ? അവൻ്റെ കണ്ണുകൾ ആദിത്യനാണ്, അവൻ്റെ മൂർധ ദ്യുലോകമാണ്, അവൻ്റെ പാദങ്ങൾ പൃഥിവിയാണ്. ഇപ്രകാരം പറയുമ്പോൾ അവിടെ മെറ്റീരിയൽ എന്ന് പറയുന്നതും എഫിഷ്യൻറ്റ് കോസ് എന്ന് പറയുന്നതും അവിടെ രണ്ടില്ല. കാരണം അവൻ്റെ പാദങ്ങൾ തന്നെയാണ് പൃഥിവി എന്നുള്ളത്, അല്ലെങ്കിൽ പൃഥിവി എന്ന് പറയുന്നത് അവൻ്റെ പാദങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെറ്റീരിയലായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഉപാദാന കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അവനെ തന്നെ പറയുമ്പോൾ, അതായത് ബ്രഹ്മത്തെ തന്നെ, ബ്രഹ്മം തന്നെ ഉപാദാന കാരണമാകുമ്പോൾ, ബ്രഹ്മം തന്നെ നിമിത്ത കാരണമാകുമ്പോൾ അവിടെ ഇതിനെ പറയുന്നതാണ് വിവർത്ത കാരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വിവർത്ത ശബ്ദത്തിനകത്ത് ഉള്ള അർത്ഥം ഇതാണ്. അതായത് മെറ്റീരിയൽ കോസും എഫിഷ്യൻറ്റ് കോസും എന്ന് പറയുന്ന ഈ രണ്ടെണ്ണവും ഒന്ന് തന്നെയാകുമ്പോൾ അവിടെ ഈ ബ്രഹ്മം തന്നെ അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്ന് പറയും, അല്ലെങ്കിൽ വിവർത്ത കാരണം എന്ന് പറയുന്നത്. ഈ രണ്ട് വാക്കുകൾ അഭിന്ന നിമിത്ത ഉപാദാന കാരണം. നിമിത്ത കാരണവും ഭിന്നമല്ല, ഉപാദാന കാരണവും ഭിന്നമല്ല, ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വിവർത്ത കാരണം എന്നുള്ളത് എപ്പോഴും കാണാം. വിവർത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷേണ വർത്തത്തെ, അങ്ങനെ വിശേഷകരമായിട്ട് വർത്തിച്ചുകൊണ്ട്. ബ്രഹ്മമാണ് ശിരസ്സെന്ന രീതിയിൽ മൂർധാവുന്ന രീതിയിൽ. അത് ശിരസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പം, ശിരസ്സെന്ന് പറയുന്ന സങ്കല്പവും മൂർധാവും തമ്മിൽ എന്നുള്ള സങ്കല്പവും എന്നുള്ള രീതിയിൽ അത് പോകുന്നു. അതുകൊണ്ടാണ് ആ രീതിയിൽ ഉള്ള ഒരു പ്രയോഗം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മറ്റൊരിടത്തും കാണത്തില്ല. ഇത് മറ്റൊരിടത്തും കാണാത്തത് കാരണം മറ്റൊരു ദർശനവും മറ്റൊരു മതങ്ങളും ഇതിനകത്ത് ഈ അദ്വൈത വേദാന്തത്തിന് സമമായിട്ട് വരാത്തതിൻ്റെ കാരണമാണ്. കാരണം മറ്റൊരിടത്തൊന്നും മറ്റൊരു ഫിലോസഫി, ഒരു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം, മറ്റൊരു അഭിപ്രായങ്ങൾക്കും ഇവിടത്തേക്ക് കടന്നു വരാൻ പറ്റത്തില്ല. മറ്റൊരിടത്തും ഇങ്ങനെ പറയുന്നില്ല. അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്ന പ്രയോഗം ഇവിടെ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാവരും പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്ലും മണ്ണും ഒക്കെ എങ്ങനെയാണ് ഈശ്വരനാകും? ഈശ്വരനല്ലല്ലോ, ഈശ്വരൻ്റെതായിട്ടുള്ള യാതൊരു ഗുണങ്ങളും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ആ ഒരു പറച്ചിലുള്ളിടത്തോളം കാലം അവിടെ അവർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അവർ ഈ അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർക്ക് സാധ്യമല്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മളത് എങ്ങനെയാണ് ഈ അഭിന്ന നിമിത്ത ഉപാദാന കാരണമാകുന്നത് എന്നുള്ളതിൻ്റെ
ഉള്ള അതാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. ആ അറിയാൻ ശ്രമിക്കലെന്ന് പറയുന്നത് ഒരു ഭാഗീരഥ പ്രയത്നവുമാണ്. അല്ലാതെ അത് പെട്ടെന്ന് അങ്ങനെ കയറിയിട്ട് എന്നാൽ അരമണിക്കൂറുണ്ട് എന്നാൽ അത് കേട്ടിട്ട് പോയേക്കാം, അതുകൊണ്ട് മനസ്സിലായാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഉപാസനയാണ് നല്ലത്. രാമ 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 ജപിച്ചുകൊണ്ടിരിക്കുന്നത്, കൃഷ്ണ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ജപിച്ചൊരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ നമുക്ക് നോക്കാം, ആ സമയത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനകത്ത് വൈശ്വാനരൻ, ഈ വൈശ്വാനരൻ സാധാരണ ശബ്ദവിശേഷം. വൈശ്വാനൻ തീർച്ചയായിട്ടും ആത്മാ തന്നെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആത്മാ വൈശ്വാനരഹ? അപ്പോൾ ഇവിടെ 2-3 ചോദ്യം നമ്മൾ ആദ്യം തന്നെ ചോദിക്കണ്ടല്ലേ. ആത്മാവെന്ന് പറയുന്നത് വൈശ്വാനരനാണോ, അതോ അഗ്നിയാണോ വൈശ്വാനൻ, അതോ ദേവതയാണോ വൈശ്വാനൻ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾക്കുണ്ടായി. അതിനെ ഈ ഉപനിഷത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നമുക്കവിടെ തരികയുണ്ടായി. വൈശ്വാനർ എന്ന് പറയുന്നത് പരമാത്മാ തന്നെ, അത് ഈശ്വരൻ എന്നുള്ള രീതിയിലാണ്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് പരമാത്മാ എപ്പോഴും പറയുമ്പോൾ നിർഗുണം നിരാകാരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. അപ്പം സഗുണവും സാകാരവും എന്നുള്ള രീതിയിലാണ് ഈ മൂർധ ശിരസാകുന്നു തുടങ്ങിയിട്ടുള്ള ദ്യുലോകമാകുന്നു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉള്ളത്. തസ്യ ഹവായ തസ്യ ആത്മനഃ വൈശ്വാനരസ്യ മൂർധൈവ സുതേജ എന്നാണ് പ്രയോഗം. അപ്പോൾ അവിടെ ഏതസ്യ ആത്മനഃ വൈശ്വാനരസ്യ എന്നുള്ള പ്രയോഗമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉപനിഷത്തിൽ ഈ വരി ഉണ്ടല്ലോ അവിടെ കണ്ടത്, തസ്യ ഹവ ഏതസ്യ ആത്മനഃ വൈശ്വാനരസ്യ. അപ്പം വൈശ്വാനരസ്യ ആത്മനഃ, വൈശ്വാനരാത്മാവിൻ്റെ എന്നുള്ള പ്രത്യേകിച്ച് തന്നെ പറയുന്നുണ്ട്. വൈശ്വാനരൻ എന്നുള്ള പേരുള്ള അഗ്നിയുടേതല്ല, അല്ലെങ്കിൽ ജാഠരാഗ്നിയുടേതും അല്ല, പിന്നെ അല്ലെങ്കിൽ അഗ്നിദേവൻ്റെ അല്ല. എന്താണ്, നമ്മൾ കേനോപനിഷത്തിനകത്താണെങ്കിൽ അഗ്നിദേവനാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാത്തിനെയും ഒരു സർവത്തെയും ദഹിപ്പിക്കാൻ ശേഷിയുള്ളവനാകുന്നു ഞാൻ എന്ന രീതിയിൽ അഗ്നി അവിടെ പ്രവേശിക്കുന്നുണ്ട്. ആ അഗ്നി അവിടെ ദേവനാണ്. അതേ ആ അഗ്നിയുമല്ല ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇപ്പം സ്മര്യമാണം അനുമാനം സ്യാദിതി. അപ്പോൾ അതേമാതിരി സ്മൃതികളിലും, സ്മൃതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വേദത്തിലല്ലാത്തയിടത്തും ഇതേമാതിരി വൈശ്വാനനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പറഞ്ഞിരിക്കുന്നത് വൈശ്വാനരാത്മാവിനെ തന്നെയാണ്, അല്ലാതെ മറ്റൊന്നല്ല. അതെങ്ങനെ മനസ്സിലാക്കാം? കാരണം അത് വേറൊരു സ്മൃതിയിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. യസ്യ നിരാസ്യം ദ്യൗർമൂർധ ഘം നാഭിശ്ചരണൗ ക്ഷിതിഹി സൂര്യശ്ചക്ഷുർദിശ്രോത്രം തസ്മൈ ലോകാത്മനേ നമഃ. അവിടെ നോക്കിക്ക്, ഈ വൈശ്വാനരാത്മാവിൻ്റെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് ലോകാത്മനേ നമഃ എന്ന്. അപ്പോൾ ലോകശ്ചാസൗ ആത്മാശ്ച, ലോകവുമാണ് ഇവനാത്മാവുമാണ് എന്ന്. അപ്പം നമ്മൾ എന്തിനെ കാണുന്നു? ലോകത്തെ കാണുന്നു. ഇതിനെ നമുക്ക് ആത്മാവായിട്ട് കാണാൻ സാധിച്ചാൽ അപ്പോൾ തന്നെ ലോകാത്മാവായി എന്നുള്ളത്. ആത്മാവിനെ നമ്മൾ അറിയുന്നു, ആത്മാവിനെ നമ്മൾ ലോകമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആത്മാ ലോകവും ഒന്ന് തന്നെ എന്നുള്ളത്. ഇത് ആ അറിവോടുകൂടി നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു പ്രയോഗം എന്താ നരസേവ നാരായണ സേവയൊന്നാണ്, അതുകൊണ്ട് ഞാൻ നരനെ സേവിച്ചിട്ട് അത് നാരായണ സേവയായിട്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്ന പോലെ ഉത്തരവാദിത്വം ഇല്ലാതെ ഉള്ള ഒരു പ്രയോഗമല്ല എന്നുള്ളത്. എന്നിട്ട് ഈ എന്താണ് അന്നദാനം ചെയ്താൽ അന്നദാനം ചെയ്താൽ പുണ്യമാണ് എന്നുള്ള അന്നദാനത്തിൻ്റെ വഴിപാട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതെല്ലാം നടത്തിയിട്ട് അവിടെ ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കുന്ന ആൾക്കാർക്ക് തൃപ്തി ഉണ്ടാകുന്ന വിധത്തിൽ കൊടുക്കണമെന്നുള്ളതാണ്. അതൊരു പ്രത്യേകതയുണ്ട്. എന്ന് മാത്രമല്ല, തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അതെല്ലാം ചെയ്തിട്ട് വേണം ആ രീതിയിൽ. അതായത് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബഹുമാനത്തോടുകൂടി കൊടുക്കാൻ പഠിക്കണം, ഉപചാരത്തോടുകൂടി കൊടുക്കാൻ പഠിക്കണം. അന്നദാനമാകുന്നത് അതായത് രാജാവിനെ എങ്ങനെയാണ് ഉപചാരപൂർവ്വം ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുത്ത് തൃപ്തനാക്കുന്നത്, അപ്രകാരം തൃപ്തനാകുന്ന രാജാവിനാൽ പ്രശംസിക്കപ്പെടുകയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനമാനാദികൾ കിട്ടുമല്ലോ. അപ്രകാരം കിട്ടുന്നത് അതേപോലെ രാജസമാനം വേണം ഇരുന്ന്
അതിഥി എന്നുള്ള അതിഥി ദേവോ ഭവ, അതിഥി എന്നായിട്ട് കണ്ടിട്ട്, അതായത് ദേവനായിട്ട് കണ്ടിട്ട് ഒക്കെ വേണം അന്നദാനം കൊടുക്കാൻ. അല്ലാതെ അന്നദാനം എന്നുള്ള പേരും പിന്നെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കഴിച്ചിട്ട് പോകുന്നുള്ള ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിൽ പകുതി ഇലയിലും പകുതി തറയിലുമായിട്ട് ചോറും വിളമ്പി അതിൻ്റെ പുറത്ത് ഇത് ഒരു വെള്ളം ഒഴിച്ചു പോകുമ്പോൾ ആ വെള്ളം ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി ആൾക്കാരെ ഇലയിൽ കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഇത് അമ്പലത്തിലെ പ്രസാദമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സോട് കൂടിയിട്ട് ഇത് തറയിലോട്ട് പോയത് അവിടെ ഇട്ടിട്ടുകൊണ്ട് ബാക്കിയുള്ളത് കഴിച്ചൊക്കെ കൂട്ടിയിട്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിറങ്ങി പോകുന്ന തരത്തിലുള്ള അന്നദാന പ്രക്രിയകൾ, പരാക്രമങ്ങളും ഒക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം നടത്തി ഇതിൻ്റെ കാര്യകർത്താക്കൾ, ഇതിൻ്റെ ഭരണാധികാരികളും ഇതൊക്കെയാണ്. എല്ലാം ഞങ്ങൾ ഗംഭീരമായി എന്ന് പറഞ്ഞിട്ട് ഒക്കെ നടത്തി കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് അവർ പോലും അറിയത്തില്ല അവരെവിടെ എത്തിച്ചേരുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ രാജാവിനെ വിളിച്ച് അപമാനിച്ച് വിട്ടാൽ എന്ത് കിട്ടുമോ അതൊക്കെ തന്നെ കിട്ടും, വേറൊന്നും കിട്ടത്തില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇതല്ല വൈശ്വാനര പ്രവിശ്യത്യതിർബ്രാഹ്മണോഗ്രഹൻ, വൈശ്വാനരനെ അഗ്നിദേവനെ പ്രവേശിച്ച് അഗ്നിദേവനെ വിളിച്ചിരുത്തിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്തതുപോലെ ഇരിക്കും എന്നുള്ളത്. ദേവനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കാണുന്നവർക്കെല്ലാം എല്ലാം കൊടുക്കാൻ പോകരുത് എന്നുള്ളത്. കൊടുക്കുമ്പോൾ ആളറിഞ്ഞ് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്, അറിഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ കൊടുക്കാൻ പോകരുത് എന്നൊക്കെ പണ്ട് ആൾക്കാർ പറയും. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നോക്കി ചെയ്യണം. പലയിടത്തും പിന്നെ പറയും നിങ്ങളങ്ങ് ചെയ്താൽ മതി, അതിൻ്റെ ദോഷമൊക്കെ ഒന്നും ബാധിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുണ്ട്. ഒന്ന് ഈ ആപദ്ധർമ്മം എന്ന് പറയുന്നതുണ്ട്, പിന്നുള്ളതെന്ന് പറയുന്നത് ഈ മാതിരിയുള്ള പുണ്യപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ധർമ്മം. അപ്പോൾ ഇത് രണ്ടായിട്ട് തന്നെ എടുക്കണം. ആപദ്ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ മറ്റൊന്നും നോക്കേണ്ടതില്ല. ആപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ആപത്തിൻ്റെ ഗൗരവം പോലെ ഇരിക്കും അതിനകത്ത് ഏത് തരത്തിലുള്ള ആപത്താണ്. അപ്പോൾ പ്രാണൻ ആപത്ത് വരുന്നതാണെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പ്രാണൻ രക്ഷിക്കപ്പെടുമോ അത് ചെയ്യുന്നതിനകത്ത് അവിടെ അതേ മനസ്സിൽ വരത്തുള്ളൂ, അതേ ചെയ്യാൻ പോകത്തുള്ളൂ. എന്നിട്ട് അതിനകത്ത് കുറ്റവും പറഞ്ഞുകൊണ്ട് ആരും വരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കുത്താൻ വന്ന ഒരാളെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തള്ളിക്കഴിഞ്ഞപ്പോൾ അയാൾ നേരെ വീണതൊരു കമ്പിയുടെ പുറത്തേക്ക്, അയാൾ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണെന്ന് നമ്മൾ ബോധിപ്പിക്കണം, ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്താണെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ കൊലപാതക കുറ്റം ഈ ചെയ്തവൻ്റെ വ്യക്തി കിട്ടും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു കൊലപാതകം അല്ലാത്തതുപോലെ ഇതാണ് ഈ ആപദ്ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആപദ്ധർമ്മങ്ങളിൽ മറ്റു ധർമ്മങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ആപദ്ധർമ്മത്തിൻ്റെ പ്രത്യേകത. മറ്റു ധർമ്മങ്ങളൊന്നും തന്നെ നോക്കേണ്ടതില്ല എന്നുള്ളത്. അല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് ധർമ്മങ്ങളെല്ലാം നോക്കണം എന്നുള്ളത്. അപ്പോൾ ആപദ്ധർമ്മമായിട്ട് ഭക്ഷിക്കുന്നവന് ചിലപ്പോൾ അത് ഒരു പ്രാണനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭക്ഷിക്കുന്നവന് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷിച്ചു എന്ന് വരാം. പക്ഷേ അത് ആപദ്ധർമ്മമായിട്ട് തന്നെ എടുക്കണം. സാധാരണഗതിയിൽ പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ അത് ഒരല്പസ്വല്പമൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി സ്വയം മരിക്കാൻ തന്നെ തയ്യാറാവുന്നു, ഭക്ഷിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കുറച്ച് മേഖലയാണ്. അപ്പോൾ അതാണ് സ്മര്യമാണം അനുമാനം സ്യാദിതി 25ാമത്തെ സുതായി. അടുത്തത് നമുക്ക് ശബ്ദാദിഭ്യോ അന്തഃപ്രതിഷ്ഠാനാച്ച നേതി ചേത്ന തഥാ ദൃഷ്ട്യുപദേശാദസംഭവാത് പുരുഷമപിച്ച ഏനമധീയതേ എന്ന് പറയുന്ന അടുത്ത സുഖം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.